ഹലോ ഓൾ. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് ഒരു ചരിത്രമുള്ളതായി നിങ്ങൾക്കറിയാം. നമ്മുടെ വസ്ത്രത്തിന് ഒരു രാഷ്ട്രീയമുള്ളതായി നിങ്ങൾക്കറിയാമോ? വസ്ത്രത്തിന്റെ ചരിത്രവും രാഷ്ട്രീയവും സംസാരിക്കുന്ന ഒരു ചാപ്റ്ററുമായിട്ടാണ് സമഗ്രം NCERT SCERT സീരീസിലൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നത്. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടന്നാലോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസിന്റെ 4ാമത്തെ ചാപ്റ്റർ, ക്ലോത്തിങ് ത്രൂ ദി ഏജസ്. വസ്ത്രത്തിന്റെ ചരിത്രവും വസ്ത്രത്തിന്റെ രാഷ്ട്രീയവും പറയുന്ന ഒരു ചെറിയ ചാപ്റ്റർ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്? നമുക്കറിയാം, ആദിമ മനുഷ്യൻ അവൻ എങ്ങനെയാണ് വസ്ത്രം ധരിച്ചിരുന്നത്? മരത്തിന്റെ തോല്, മൃഗങ്ങളുടെ തോല്, ഇലകളും പുല്ലുകളും ഒക്കെ തന്നെയാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രമായി ധരിച്ചിരുന്നത്. സൂചിയായിട്ട് കൂർത്ത കല്ലുകളൊക്കെ തന്നെയാണ് ആദ്യകാലങ്ങളിൽ അവൻ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ മൃഗത്തിന്റെ കൊമ്പൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് പരുത്തി, ചണം തുടങ്ങിയിട്ടുള്ള ഒക്കെ തന്നെ ഫൈബർ ഒക്കെ തന്നെ ഉപയോഗിച്ച് അവൻ വസ്ത്രം ധരിക്കുവാൻ തുടങ്ങി, അല്ലേ? അപ്പൊ ഈ ഒരു വസ്ത്രത്തിന്റെ ചരിത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യകാലങ്ങളിൽ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന നാരുകളൊക്കെ തന്നെയാണ് ഈ വസ്ത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ നാരുകളൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് നൂൽ നൂറ്റും. ഈ നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന ഈ വിദ്യയാണ് നെയ്ത്ത് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അങ്ങനെ നെയ്ത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം ആരംഭിച്ചു. ഇനി എങ്ങനെയാണ് നമുക്ക് ആദിമ മനുഷ്യരുടെ ഒക്കെ തന്നെ വസ്ത്രധാരണത്തെ പറ്റിയുള്ള തെളിവുകൾ കിട്ടിയത്? നമ്മുടെ ആദ്യകാല സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ജനങ്ങൾ എന്ത് തരം വസ്ത്രങ്ങളാണ് ധരിച്ചത് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അവിടുന്ന് കിട്ടിയ തെളിവുകളിലൂടെയാണ്, അല്ലേ? അപ്പോൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണത്തെ പറ്റിയും എന്ത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിച്ചതിനെ പറ്റിയും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന ഒരു പ്രാചീന നദീതട സംസ്കാരമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹാരപ്പയിലെ ജനങ്ങള് പ്രധാനമായിട്ടും പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും ഒക്കെ തന്നെയാണ് ധരിച്ചിരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. പരുത്തി നമ്മുടെ കോട്ടൺ ആണ്. ഓക്കെ, അപ്പം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രതിമകളുടെ, സ്റ്റാച്യുവിന്റെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ജനങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന പാഠം എന്നുള്ള കാര്യം ഓർക്കുക. അവിടെ നിന്ന് ലഭിച്ച കുപ്പായം അണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. അത് മാത്രമല്ല, പരുത്തി, കോട്ടൺ ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്കൊക്കെ തന്നെ ട്രേഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിന് വേണ്ടി കൊണ്ടുപോയിരുന്നു എന്നുള്ള കാര്യം കൂടി അവിടെ നിന്ന് നമുക്ക് തെളിവുകൾ പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇന്ത്യയുടെ പരുത്തി ട്രേഡ്, കോട്ടൺ ട്രേഡ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അത്ര തന്നെ പഴക്കമുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത് ജനങ്ങൾ പരുത്തി തുണികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് ഈ പരുത്തി, കോട്ടൺ? ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്രോപ്പാണ് കോട്ടൺ എന്നുള്ള കാര്യം ഓർക്കുക. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് പ്രാചീന കാലം മുതൽ തന്നെ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ഇന്ത്യയിലെ മണ്ണ് പരുത്തി കൃഷിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ വക ഒരു ചോദ്യം, ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യാമോ? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്താണ്? ഏത് തരം മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം? ഒന്ന് കമന്റ് ചെയ്തേരെ. ഇനി പരുത്തി പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ചണം അല്ലെങ്കിൽ ജൂട്ട്. ചണച്ചെടിയിൽ നിന്നാണ് ഈ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇതൊരു പ്രകൃതിദത്ത ഫൈബർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഗോൾഡൻ ഫൈബർ എന്നാണ് വിളിക്കുന്നത്. നാരാണ് ചണം എന്നുള്ള കാര്യം ഓർക്കുക. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാ തീരത്താണ് എന്നുള്ള കാര്യം ഓർക്കുക. പ്രധാനമായിട്ടും നമ്മുടെ ബംഗാൾ റീജിയണിലാണ് ചണകൃഷി ഏറ്റവും അധികം കൂടുതലായിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചേരെ. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. പരുത്തിയും ചണവും ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ഒന്നാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ പല കാലഘട്ടങ്ങളിലും ഒരു പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഗുഡായിരുന്നു ഈ പരുത്തിയും ചണവും എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്തേരെ. അതേപോലെ തന്നെ നമ്മൾ മോഡേൺ ഇന്ത്യ പഠിക്കുമ്പം പല തവണ നമ്മൾ കാണുന്ന ഒരു പേരാണ് ഇൻഡിഗോ അല്ലെങ്കിൽ നീലം ചെടി. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? നീലം കർഷകരുടെ പ്രശ്നങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ മഹാത്മാഗാന്ധി അഡ്രസ് ചെയ്തത്, അല്ലേ? 1800കളുടെ പകുതിയിലും നമ്മൾ ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. കർഷകർ നയിച്ചിട്ടുള്ള വിപ്ലവങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നീലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡിഗോ എന്ന് പറയുന്നത് എന്താണ്? വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഇൻഡിഗോ അല്ലെങ്കിൽ നീലം ചെടി എന്നുള്ള കാര്യം ഓർക്കുക. നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ബ്രിട്ടനിലൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം ശക്തി പ്രാപിച്ചപ്പോൾ അവർക്ക് കോട്ടന്റെയും നീലം ചെടിയുടെ ഒക്കെ തന്നെ ഡിമാൻഡ് ഉയർന്നു വന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് സപ്ലൈ നീലം ചെടിയുടെ ഒരു വിതരണം
നിന്നുപോയൊരു സമയത്ത് അവർ ഇന്ത്യയെ അതിനുവേണ്ടി ആശ്രയിച്ചു. അത് പതുക്കെ പതുക്കെ ചൂഷണത്തിന്റെ മറ്റൊരു തലമായി മാറി. അങ്ങനെ കർഷകരൊക്കെ തന്നെ അതിനെതിരെ റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ ആയിട്ട് വന്നതായിട്ടൊക്കെ തന്നെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. സോ പരുത്തിയും കോട്ടണും പരുത്തിയും ചണവും നീലവും ഒക്കെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ പലവട്ടം കണ്ടുപോകുന്ന വസ്തുക്കളാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തേരെ. ഇനി നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളെ പറ്റിയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? കണ്ണൂരില് കൈത്തറി കേന്ദ്രമുണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി ഒക്കെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ബാലരാമപുരം, കുത്താമ്പുള്ളി ഒക്കെ തന്നെ പ്രത്യേകിച്ചൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഇനി ആദിമ മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും കാലഘട്ടം മുന്നോട്ട് പോകും തോറും ഈ വസ്ത്രത്തിന്റെ ഒരു ഡിമാൻഡ്, വസ്ത്രധാരണം കൂടിക്കൊണ്ട് വന്നു. വസ്ത്രത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ തുണിക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് കൂടി. അപ്പം പഴയ പോലെ കൈകൊണ്ട് നൂൽ നൂറ്റ് നെയ്ത് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഡിമാൻഡിനെ മീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള വസ്ത്രം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ ശാസ്ത്രത്തെ ഡിപ്പെൻഡ് ചെയ്തു. പുതിയ യന്ത്രങ്ങളൊക്കെ തന്നെ കണ്ടുപിടിച്ചു. ആ യന്ത്രങ്ങളിലൂടെ നമ്മൾ ഉൽപാദനം ആരംഭിച്ചു. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. സ്പിന്നിങ് ജെന്നി അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചൊരു ഉപകരണമാണ്. ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചെന്നുള്ള കാര്യം ഓർക്കുക. യൂഷ്വലി ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒക്കെ ഒരു ഭാഗത്ത് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കും. KS-നൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒരു ടോപ്പിക് ആയിരുന്നു ഹിസ്റ്ററിയിൽ. പക്ഷേ ഇതുവരെ ഡിഗ്രി പ്രിലിംസിനൊന്നും തന്നെ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിൽ പോലും ഒന്ന് ഓർത്ത് വെച്ചേരെ, എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം അല്ലേ. സോ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സോ അതുകൊണ്ട് സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം എന്ത് ചെയ്തു? നൂൽ ഉൽപാദനം വേഗത്തിലാക്കി എന്നുള്ള കാര്യം ഓർക്കുക. അതേപോലെ തന്നെ പിൽക്കാലത്ത് കണ്ടുപിടിച്ചതാണ് യന്ത്രത്തറി അല്ലെങ്കിൽ പവർ ലൂം എന്നുള്ള കാര്യം ഓർക്കുക. കൈത്തറിയുടെ സ്ഥാനത്ത് പവർ ലൂം കടന്നു വന്നു. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റെന്തെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെയോ സഹായത്താലാണ് ഈ പവർ ലൂം പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ കൂടുതൽ വേഗത്തിൽ തുണികൾ ഉൽപ്പാദിപ്പിക്കുവാൻ യന്ത്രത്തറിക്ക് അല്ലെങ്കിൽ പവർ ലൂമിന് സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് പിന്നെ പവർ ലൂമിനായി ഡിമാൻഡ്. സോ സ്പിന്നിങ് ജെന്നി, ജെയിംസ് ഹാർഗ്രീവ്സ്, പവർ ലൂം, എഡ്മണ്ട് കാർട്ട്റൈറ്റ്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ യന്ത്രവൽക്കരണം ശക്തിപ്പെട്ടു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ തന്നെ ശക്തിപ്പെട്ടു. ബ്രിട്ടനിലും മറ്റൊക്കെ ആയിട്ട് ധാരാളമായിട്ട് തുണികളും വസ്ത്രങ്ങളും ഒക്കെ തന്നെ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രീസ് വളരെയധികം വളർന്നു വരാൻ തുടങ്ങി. അപ്പൊ ഈ ഇൻഡസ്ട്രീസിൽ നിന്ന് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന തുണികൾ വിറ്റഴിക്കുവാൻ ഇവർക്ക് മാർക്കറ്റുകൾ വേണം. അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രീസിന് ഈ തുണികൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ എന്ത് വേണം? അസംസ്കൃത വസ്തുക്കൾ, കോട്ടൺ ഒക്കെ തന്നെ, പരുത്തി ഒക്കെ തന്നെ ആവശ്യമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അവർ മറ്റ് ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻസ് അവരുടെ നോട്ടം അങ്ങോട്ടേക്കൊക്കെ തന്നെയായി. അങ്ങനെ അവർ ഇന്ത്യയിലും എത്തി. ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് ഈ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോവുകയും അവിടെ അവര് നിർമ്മിച്ച തുണികൾ ഇന്ത്യയിലെ മാർക്കറ്റുകളിൽ വന്ന് വിൽക്കുവാനും ആരംഭിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ആദ്യ നാളുകളിലെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ അതിന്റെ ഹിസ്റ്ററി മൊത്തം പഠിച്ചിട്ടുമുണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്. യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കുവാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ്? കോട്ടൺ ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, നീലമുണ്ട്. ഇതൊക്കെ തന്നെ എന്ത് ചെയ്തു? അവർ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അവരിവിടെ നിന്ന് നിസ്സാര വിലയ്ക്ക് ഈ റോ മെറ്റീരിയൽസ് ഒക്കെ തന്നെ വാങ്ങിക്കും. എന്നിട്ട് യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് അവർ വിറ്റഴിച്ചു. ഇന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള തുണി വ്യവസായം ഒക്കെ തന്നെ ഇവരുടെ മിഷൻ മെയ്ഡ് വസ്ത്രങ്ങളുടെ ഒക്കെ തന്നെ വരവോടുകൂടി നമ്മുടെ ട്രഡീഷണൽ പരമ്പരാഗത തുണി വ്യവസായം ഒക്കെ തന്നെ നശിച്ചു പോകുവാൻ ആരംഭിച്ചു. ഓക്കെ, ഇനി ഈ വസ്ത്രത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ പിൽക്കാലത്ത് പ്രകൃതിദത്തമായിട്ടുള്ള നാരുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അതേപോലെ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന നാരുകളും ഉപയോഗിക്കുവാൻ തുടങ്ങി. എന്താണ് ഈ നാച്ചുറൽ ഫൈബർ അല്ലെങ്കിൽ പ്രകൃതിദത്ത നാരുകൾ? അത് പ്രധാനമായിട്ടും ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നുള്ള കാര്യം ഓർക്കുക. ജന്തുക്കളിൽ നിന്നാണ് നമുക്ക് ഈ കമ്പിളിനാര്, ചെമ്മരിയാടിൽ നിന്ന് നമുക്ക് കമ്പിളിനാര് കിട്ടുന്നു. പട്ടുനൂൽ പുഴുവിൽ നിന്ന് നമുക്ക് പട്ടിന്റെ നാരും കിട്ടുന്നു. അതേപോലെ സസ്യങ്ങളിൽ നിന്ന് പരുത്തി, ചണം തുടങ്ങിയിട്ടുള്ള ഫൈബർ പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ചെടികളിൽ നിന്ന് നമുക്ക് പരുത്തിനാരും ചണനാരും ഒക്കെ തന്നെ കിട്ടുന്നു. ഇതൊക്കെ തന്നെ എന്താണ്? നാച്ചുറൽ ഫൈബർ അല്ലെങ്കിൽ പ്രകൃതിദത്ത നാരുകളാണ്. ഇനി വേറൊരു കൂട്ടമുണ്ട്. എന്താണത്? കൃത്രിമ നാരുകൾ അല്ലെങ്കിൽ
സിന്തറ്റിക് ഫൈബർ. സിന്തറ്റിക് ഫൈബറിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ പോളിസ്റ്റർ, നൈലോൺ, റയോൺ തുടങ്ങിയവയൊക്കെ തന്നെ. പെട്രോളിയം പോലെയുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് ഈ സിന്തറ്റിക് ഫൈബർ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻഡ് നാച്ചുറൽ ഫൈബറിനേക്കാൾ ഈ സിന്തറ്റിക് ഫൈബർ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾക്കാണ് പൊതുവെ ചെലവ് കുറവ് ഉൽപ്പാദിപ്പിക്കുവാന്. ദെൻ പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്നൊരു മേന്മയും ഈ ഒരു സിന്തറ്റിക് ഫൈബർ കൊണ്ട്, ഈ പോളിസ്റ്ററിന്റെയും നൈലോണിന്റെ ഒക്കെ തന്നെ തുണിക്കൊണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു മെറിറ്റ് ആണ് എന്നുള്ള കാര്യമൊന്ന് ഓർക്കുക. അപ്പം സിന്തറ്റിക് ഫൈബറും ഉണ്ട്, നാച്ചുറൽ ഫൈബറും ഉണ്ട്. ഞാൻ ഇംഗ്ലീഷ് നോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ PPT ടെലിഗ്രാം ചാനലിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന ആളുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അംഗങ്ങളല്ല എങ്കിൽ ഈ ഒരു കമന്റ് സെക്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരിക. ഈ നോട്ട്സ് ഒക്കെ തന്നെ ചാനലിൽ നിന്ന് നിങ്ങൾ കാണുക. നമ്മളെല്ലാ SCERT NCERT ഡിസ്കഷന് ശേഷവും പോൾ ക്വസ്റ്റ്യൻസ് അവിടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് ശക്തമാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കടന്നു വരിക, ലിങ്ക് ഉപയോഗിച്ച് എത്തുക. നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നമ്മൾ അവിടെയാണ് ഷെയർ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഇനി വസ്ത്രത്തിന് ഒരു ചരിത്രമുള്ളതായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് വസ്ത്രത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അതും കൂടെ നമുക്കൊന്ന് നോക്കാം അല്ലേ. നമ്മുടെ നാട്ടില് പണ്ട് ജാതി വ്യവസ്ഥ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നിഷേധിക്കുകയും അതിനെതിരെ അവര് ഒന്നിച്ചിറങ്ങി പോരാടി ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്ത ഒരു ചരിത്രം നമ്മുടെ നാടിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നിങ്ങളോട് വസ്ത്രത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞത്. ഒരിക്കൽ തങ്ങൾക്ക് നിഷേധിച്ച ആ ഒരു അവകാശം, അതായത് ബേസിക്കലി ഒരു മനുഷ്യന്റെ ഹ്യൂമൻ റൈറ്റ് ആണ്, ബേസിക് റൈറ്റ് ആണ് അതല്ലേ വസ്ത്രം അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവകാശം നിഷേധിച്ചതിനെതിരെ ജനങ്ങൾ സംഘടിക്കുകയും അങ്ങനെ അവർ സംഘടിച്ചതിലൂടെ അവർ അവകാശം നേടിയെടുത്തതിന്റെയും ഒരു ചരിത്രം നമ്മുടെ നാടിനുണ്ട്. നമ്മൾ അതിനെയാണ് ചാന്നാർ ലഹള എന്ന് വിളിക്കുന്നത്. സോ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ കോപ്പിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1859 ഈ ചാന്നാർ വിളംബരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ചത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇമ്പോർട്ടന്റ് ആണ്, വർഷം ഇമ്പോർട്ടന്റ് ആണ്. ചാന്നാർ ലഹള, ചാന്നാർ വിളംബരം ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. കേരള ഹിസ്റ്ററിയിൽ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. വൈകുണ്ഠസ്വാമികൾ ഈ ചാന്നാർ ലഹളയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേരെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തിരുവിതാംകൂറിനെ പറ്റിയും നമ്മുടെ ഈ മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ സമരത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. തിരുവിതാംകൂർ ഒരു പ്രധാനപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ. ഇന്നത്തെ മധ്യ കേരളത്തിലെ ഒരു ഭാഗവും തമിഴ്നാട്ടിലെ കന്യാകുമാരിയും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ എന്നുള്ള കാര്യം ഓർക്കുക. 18ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. തിരുവിതാംകൂറിന്റെ ശില്പി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നുള്ള കാര്യം ഓർക്കുക. അതിന്റെ തിരുവിതാംകൂറും മലബാറും കൊച്ചിയും എല്ലാം കൂടെ ചേർന്ന് 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചു എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമ്മുടെ മേൽമുണ്ട് സമരം എന്താണത്? 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക്, ദ സോക്കോൾഡ് അപ്പർ കാസ്റ്റിന് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. സോ ഇതിനെതിരെയാണ് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഈ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. മറക്കരുത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി അത് വിളംബരം നടത്തിയ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. വർഷം എത്രയാണ്? 1859 എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഇമ്പോർട്ടന്റ് ആണ്, പലവട്ടം പല തവണ ചോദിച്ചിട്ടുണ്ട് പല രീതിയിലും. ഓക്കെ, ഇനി വസ്ത്രത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയ മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി അല്ലെ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ചൂഷണം ആക്ച്വലി ആരംഭിക്കുന്നത് ഈ ഒരു കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ തന്നെ ബ്രിട്ടനിൽ സജീവമായ കാലത്തിലാണ്. അവരിവിടെ വരികയും ഇവിടെ നിന്ന് നമ്മുടെ
കോട്ടൺ പോലത്തെ അസംസ്കൃത വസ്തുക്കൾ നിസ്സാര വിലയ്ക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന തുണിത്തരങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിൽ വളരെ വലിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്തത്. അപ്പം ബ്രിട്ടീഷ് വസ്ത്രങ്ങളും ബ്രിട്ടീഷ് വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തദ്ദേശീയമായി നമ്മൾ തന്നെ ചർക്കയിൽ നൂൽ നൂറ്റ് നമ്മൾ തന്നെ നിർമ്മിച്ച വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. അദ്ദേഹം അഹിംസാ മാർഗം സ്വീകരിക്കുകയും അതേസമയം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഏറ്റവും നല്ലൊരു ആയുധമായി അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്ത ഒന്നാണ് ഈ വസ്ത്രം അല്ലെങ്കിൽ ചർക്ക എന്ന് പറയുന്നുള്ള കാര്യം ഓർക്കുക. സോ പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമര ആയുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റി. ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ചുപയോഗിച്ചുകൊണ്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സോ ഈ വസ്ത്രത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ച വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ബാരിസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. 1915 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനു മുൻപും വസ്ത്രത്തെ രാഷ്ട്രീയ ആയുധമാക്കിയതിന്റെ ചരിത്രം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനുണ്ട്. അത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. 1905 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കഴ്സൺ ബംഗാളിനെ വിഭജിച്ചുകൊണ്ട് ബംഗാൾ വിഭജനത്തെ പറ്റിയുള്ള വിളംബരം പുറപ്പെടുവിക്കുന്നത്. സോ ലോർഡ് കഴ്സൺ ബംഗാളിനെ ഈസ്റ്റേൺ ബംഗാൾ എന്നും വെസ്റ്റേൺ ബംഗാൾ എന്നും രണ്ടായിട്ട് വിഭജിച്ചു. ആൻഡ് അതിനെതിരെ ജനകീയ രോഷം ആളിക്കത്തുകയും സ്വദേശി പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾ ആ ഒരു തീരുമാനത്തിനെതിരെ സമരങ്ങൾ നയിക്കുകയും ചെയ്തു. അങ്ങനെ 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക, ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം ഓർക്കുക. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ എന്നാണ് ദേശീയ കൈത്തറി ദിനം നമ്മൾ ആചരിക്കുന്നത്? ഓഗസ്റ്റ് 7 എന്താണ് അതിന്റെ കാരണം? കാരണം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ദിവസമാണ് 1905 ഓഗസ്റ്റ് 7. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യയിലെ കൈത്തറി ദിനം നമ്മൾ ഓഗസ്റ്റ് 7 ആചരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. 2015 മുതലാണ് ഇങ്ങനൊരു ആചരണം നമ്മൾ ആരംഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. ഇനി ഖാദി പ്രസ്ഥാനത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായിട്ടുള്ള സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടുകൂടി ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. സോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദി പ്രസ്ഥാനവുമായി രംഗത്തെത്തിയ നേതാവാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. 1918 അദ്ദേഹം ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത്. അങ്ങനെ ചർക്ക എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു അടയാളമാക്കി മാറ്റിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സിന്റെ ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞത് വസ്ത്രത്തിന് ചരിത്രം മാത്രമല്ല ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടെന്നുള്ളത്. സോ വസ്ത്രത്തിന്റെ ചരിത്രവും വസ്ത്രത്തിന്റെ രാഷ്ട്രീയവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിന്റെ നോട്ട്സും 2 ലാംഗ്വേജിലുമുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ട്സും ദെൻ ഇതുമായി ബന്ധപ്പെട്ടൊരു 5 ക്വസ്റ്റ്യൻസും 5 ക്യൂസും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ PSC മെന്ററിലും KS മെന്ററിന്റെയും ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ 2 ചാനലും ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ തന്നെ നമ്മൾ ആ ടെലിഗ്രാം ചാനൽ വഴിയാണ് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.